അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി പറയുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന്. എൻ്റെ പേര് ജിസ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ്, അമ്മ റാണി, ഇത് ഞങ്ങളുടെ മകള് എസ്ര ജോസഫ്. ഞങ്ങൾ വരുന്നത് ചൊവ്വര ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഡിസംബർ 28 അന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ BSc MLT വിദ്യാർത്ഥിനിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പഠന മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കയറിയ സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പരീക്ഷകളിലെല്ലാം നമുക്ക് എത്ര പഠിച്ചാലും എനിക്ക് എഴുതി എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ ഓരോ പരീക്ഷകളിലും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ എക്സാമിലെല്ലാം കൈപിടിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പരീക്ഷകളും പിന്നീട് പേടി കൂടാതെ എനിക്ക് എഴുതിയെടുക്കാനും എല്ലാ പേപ്പറുകൾ ക്ലിയർ ചെയ്യാനും എനിക്ക് സാധിച്ചു. പിന്നീട് 2023 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 2023 ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച് നിയോഗമായിരുന്നു ഒരു കുഞ്ഞ്. എനിക്ക് PCOD ഉള്ളതിനാലാണ് ഞാൻ ആ നിയോഗം ആദ്യമേ എഴുതിയത്. 2018 PCOD ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. പീരീഡ്സ് ഇറഗുലറായ സമയത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം ഞാൻ പുതുക്കിയപ്പോൾ ആദ്യം ആ നിയോഗം വെച്ചത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ കാലത്ത് ആദ്യത്തെ ഒരു വർഷക്കാലം എനിക്ക് ഏകദേശം ഒരു വർഷക്കാലം തന്നെ എനിക്ക് പീരീഡ്സ് ഇറഗുലറായിരുന്നു. എൻ്റെ ആഗ്രഹം എനിക്ക് മരുന്ന് കഴിക്കാതെ തന്നെ പീരീഡ്സ് റെഗുലർ ആകണമെന്നുള്ളതായിരുന്നു. എന്നിട്ട് കൺസീവ് ആയാൽ മതി എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ അവിശ്വാസിയായി പോവുമല്ലോ. അങ്ങനെ മാതാവിന് കൊടുത്ത വാക്ക് മറന്നിട്ട് മെഡിസിൻ എടുത്ത് ഞാൻ പീരീഡ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ മാതാവ് മറന്നിട്ടില്ല, ഞാൻ മറന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ബ്രസ്റ്റിലൊരു ഫൈബ്രോയിഡ് കാണിച്ചു തന്നു. പിന്നീട് അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് 1 മാസക്കാലം ഞാൻ കുറേ വേദന അനുഭവിച്ചിട്ടുണ്ട്. അതിലൊരു കുഴപ്പവും വരാതെ ഞാൻ കാത്തോളണമെന്ന് ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൈനയിലാണ് സെറ്റിലായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അവിടെ വെച്ച് തന്നെയായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. മാതാവിന് കൊടുത്ത വാക്ക് മറന്നതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ. അങ്ങനെ അത് ഫൈബ്രോയിഡ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് റിമൂവ് ചെയ്താലാണ് അടുത്ത സ്റ്റഡിക്ക് വിടുമ്പോഴാണ് എന്താണെന്നുള്ളത് പറയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും എന്നെ മാതാവ് കൈവിട്ടിട്ടില്ലായിരുന്നു. പിന്നീട് 2 മാസത്തിന് ശേഷം ഞാൻ പിന്നെ മരുന്നുകളൊന്നും എടുത്തിട്ടില്ല. മരുന്ന് എടുക്കുമ്പോൾ എനിക്ക് സ്പോട്ടിങ് കാണിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പീരീഡ്സ് പ്രോപ്പർ അല്ലായിരുന്നു. എന്നിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് എന്നെ തോന്നിപ്പിച്ചത് എക്സസൈസൊക്കെ ചെയ്താൽ പോലും PCOD കൺട്രോൾ ചെയ്യാന്നുള്ളത്. അത്രയും നാൾ നമ്മളിങ്ങനെ കേൾക്കുമെങ്കിലും അത്ര കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് മരുന്ന് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പിന്നീട് ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അത് അങ്ങനെ ശ്രമിച്ച് നോക്കുന്നുള്ളത്. അങ്ങനെ ഞാനൊരു ഡയറ്റ് എടുത്ത് അങ്ങനെ മാതാവിൻ്റെ കരം പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതിലെന്നെ കൈവിടരുതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ 1 മാസം ആയുള്ളൂ. ആ 1 മാസത്തിന് ശേഷം തന്നെ എൻ്റെ പീരീഡ്സ് റെഗുലറായി 4ാമത്തെ മാസമാണ് ഞാൻ കൺസീവ് ആവുന്നത്. അങ്ങനെ കൺസീവായി 9 മാസക്കാലം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന് ശേഷവും ഒരു കുഴപ്പമില്ലായിരുന്നു. ഓരോ ദിവസവും അമ്മയുടെ കരം പിടിച്ച് നടത്തിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ 2025 ഫെബ്രുവരി 1 ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. 2025 സെപ്റ്റംബർ 30 ഞങ്ങൾക്ക് ഈ മകളെ നൽകി അനുഗ്രഹിച്ചത് അമ്മ മാതാവ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യുകയാണിതിൽ. കാരണം ഞാൻ മറന്ന പല കാര്യങ്ങളും അമ്മ മാതാവ് എന്നെ ഇതിലൂടെ ഓർമ്മിപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ നിറവേറ്റാതെ വന്നപ്പോഴും അമ്മ എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള എൻ്റെ അടയാളമാണ് ഈ കുഞ്ഞിനെ എനിക്ക് നൽകിയത്. എൻ്റെ പേര് റാണി സേവ്യർ. ഞാൻ 2022 ഡിസംബർ 26 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി വെച്ച 6 നിയോഗങ്ങൾ 6ഉം എനിക്ക് സാധിച്ചു തന്നു. അതിൽ 1ാമത്തെ നിയോഗമായിരുന്നു മകൻ്റെ വിവാഹം. മകൻ ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത്. വർഷത്തിൽ 10 ലീവാണ് മകന് കിട്ടുകയുള്ളൂ.
അപ്പോൾ ആ 10 ദിവസം കൊണ്ട് നാട്ടിൽ വന്ന് വിവാഹം നടത്താനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ വയസ്സ് 31 ഇവർ തമ്മിൽ പരിചയം ഞങ്ങൾ വീട്ടുകാർ കൂടി തീരുമാനിച്ച കല്യാണമാണ്. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഇവൻ നാട്ടിൽ ലീവിന് വരാതെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് പറയും ആ കൊച്ചിൻ്റെ കാരണവന്മാർക്ക് വിഷമം ഉണ്ടാവും, ഈ കല്യാണം നീണ്ടു പോകുമ്പോൾ. അപ്പോൾ എത്രയും വേഗം ഈ കല്യാണം നടത്തണം എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയും ഇതൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കെ, അവന് ഇവിടെ വന്ന് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ജോലി രാജിവെക്കണം, ആ ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിൽ വന്ന് സെറ്റിലാവണം, അതല്ലെങ്കിൽ തൽക്കാലം ഇതേപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് നിൻ്റെ കല്യാണം നടത്തി തരും, നീ ലീവിന് അപേക്ഷിച്ചോ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതിന് മുൻപായി തന്നെ അവൻ്റെ വിവാഹം നടന്നു. ഡിസംബർ 26 ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്ത ഏപ്രിൽ മാസത്തിൽ അവൻ്റെ കല്യാണം നടന്നു. അതിനുശേഷം പിന്നെയും ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ ഓരോരോ നിയോഗം വയ്ക്കാറുണ്ട്. ആ നിയോഗത്തിൽ പല കാര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കാരും കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. പിന്നെ അടുത്ത നിയോഗമായിരുന്നു, മകൾ ഇവിടെ ലിസിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ ചൈനയിലും. അപ്പോൾ എനിക്ക് ഇവരൊരുമിച്ച് ജീവിക്കണം, രണ്ടുപേരും 2 ദിശയിലായിട്ട് നിൽക്കുന്നത് ശരിയല്ല, ഇവരൊരുമിച്ച് ഇവരുടെ കുടുംബജീവിതം നയിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് വന്നാണ് ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആ നിയോഗം വെച്ചു, ഇവരൊരുമിച്ച് സെറ്റിലാവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അതുപോലെ തന്നെ ആ അവസരത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രയും കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിന് ഈശോയ്ക്കും ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും സാധിക്കുന്നത് എല്ലാ മാസവും വരാറുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ എല്ലാ മാസവും വരാറുണ്ട്. അഥവാ എനിക്ക് വരാൻ സാധിക്കാത്ത മാസങ്ങളിൽ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ പൈസ കൊടുത്തു വിട്ട് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് ഞാൻ അവിടെ വിതരണം ചെയ്യും. പിന്നെ യൂട്യൂബിൽ 5:30 പ്രാർത്ഥന ഞാൻ 4:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ 5:30 പ്രാർത്ഥന വീട്ടിൽ ഞാനും ഭർത്താവേ ഉള്ളൂ, മക്കൾ സ്ഥലത്തില്ലല്ലോ, ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരിക്കും പ്രാർത്ഥന ചെല്ലണേ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ ആ പ്രാർത്ഥന ചെല്ലും. അതുപോലെ ചൊവ്വാഴ്ചത്തെ ആരാധന, അച്ഛൻ്റെ ആരാധനയിൽ ഇവിടെ വരുന്ന ദിവസമാണ്, ഞായറാഴ്ചയാണ് ഞങ്ങൾ വരാറ്. അങ്ങനെയാണെങ്കിൽ ലൈവ് കൂടും. അതല്ലാത്ത ദിവസം ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുമ്പോഴത്തേക്ക് ഇത് യൂട്യൂബിലിടുമ്പോഴത്തേക്ക് തന്നെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരിലേക്കും ഞാനത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ കാരുണ്യപ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ മാസവും പൈസ, മക്കളുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവർ തരുന്ന പൈസയിൽ ഞങ്ങൾ കുടുംബത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം എനിക്ക് അറിയാവുന്ന വീടുകളിലേക്ക് ഞങ്ങൾക്ക് മേടിക്കുന്ന അത്രയും എല്ലാ സാധനങ്ങളും എത്തിച്ചില്ലെങ്കിലും ഒരു പരിധി വരെയുള്ള അരി സാധനങ്ങളൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മരുന്നുകൾ മേടിക്കാനായിട്ടും സാമ്പത്തികമായിട്ട് സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിൽ പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കാൻ പോകും. കുറച്ച് നാൾ പൊതിയോറ് കെട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ വരുമായിരുന്നു. പിന്നെ എനിക്കത്രയും വരാനുള്ള ഇത് ബുദ്ധിമുട്ടുകൊണ്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വണ്ടിക്കാരനെ കിട്ടണം, അവർ നമ്മുടെ ഇഷ്ടത്തിന് നടക്കില്ല. അന്നാളിൽ എനിക്ക് കാലുവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുക്കാൻ തുടങ്ങിയത്. അതുപോലെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അടുത്തുള്ള വീടുകളിലാണെങ്കിലും ആർക്ക് എന്ത് ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞാലും, ഒരു സുഖമില്ലാത്ത കിടപ്പ് രോഗിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ ഓടിച്ചെല്ലും. അതുപോലെ അവർക്ക് വസ്ത്രങ്ങൾ കഴുകി കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പുഴയുണ്ട്, ഞാൻ അവിടെ കൊണ്ട് കഴുകി എല്ലാം ചെയ്തു കൊടുക്കും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്നിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇനി സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എത്ര വേണം, എങ്ങനെ കൊടുക്കണം എന്ന് മോനോട് പറഞ്ഞാൽ മതി, മോൻ അയച്ചു തരും. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഒത്തിരി ധനവാന്മാരല്ലെങ്കിലും ഞങ്ങൾ അത്ര ഇതായിട്ടുള്ളവരൊന്നുമല്ല, മക്കളുടെ ഇതുകൊണ്ട് തന്നെ ജീവിക്കണത്. എന്നിരുന്നാലും മോനോട് പറഞ്ഞാൽ എത്ര വേണമെന്ന് ചോദിക്കുള്ളൂ, അത് ആർക്കായാലും മോൻ അയച്ചു തരും. അങ്ങനെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തികൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. ഇത്രയും കൃപ ഞങ്ങൾക്ക്. ബൈബിൾ വായന
അത് സമയമൊന്നും നോക്കി ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാറില്ല. ഇത്ര സമയം എന്നില്ല. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അരമണിക്കൂർ വായിക്കും, ചിലപ്പോൾ എത്രയോ പേജുകൾ അങ്ങനെ ഇരുന്ന് വായിക്കും. അത് സമയം അങ്ങനെ നോക്കിയുള്ള വായനയൊന്നുമില്ല. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5:30 ഇവിടെ പള്ളിയിൽ, ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളി ഇവിടുത്തെ 5:30 ഡെയിലി ബ്രെഡ് കഴിഞ്ഞാൽ പള്ളിയിൽ പോവും. അവിടെ ചെന്ന് അരമണിക്കൂർ മുട്ടുമ്പോൾ നിന്ന് കൊന്തയില്ലതിന് ശേഷമാണ്, ദിവ്യബലിക്ക് അച്ഛൻ അൾത്താരയിൽ വന്നതിന് ശേഷമാണ് ഞാൻ മുട്ടുമെന്ന് എഴുന്നേക്കുള്ളൂ. അത് ഒരുപാട് അനുഗ്രഹം എനിക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ജിസ്ന എന്ന മകളുടെ ഒരു വലിയ സാക്ഷ്യവും അമ്മ അവർക്ക് വേണ്ടി എപ്പോഴും ഉടമ്പടിയിലെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ്. കുടുംബത്തിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഇവർ നന്ദി പറയുകയാണ്. ജിസ്ന BSc നഴ്സിംഗിൽ സപ്ലി വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതും വിവാഹത്തിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു വലിയ ബന്ധം ഉറപ്പിച്ചുകൊണ്ടാണ് അവർ BSc നഴ്സിംഗ് പാസ്സായി അതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം 2 വർഷം PCOD പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മകൾക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുകയും അതിനെ തുടർന്ന് മരുന്ന് കഴിച്ചപ്പോൾ ഒരു വിശ്വാസ പരീക്ഷണമെന്നോണം മകൾക്ക് ഫൈബ്രോയിഡ് ഫോം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളുടെ എല്ലാം ഉപയോഗത്തിലൂടെ വിശ്വാസത്തോടുകൂടി ഇവർ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർക്ക് ഒരു നല്ല കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയുകയാണ്. ജിസ്ന ഏറ്റുപറയുന്ന ഒന്ന് മാത്രമാണ്, എത്ര തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നാലും എൻ്റെ അലസത മൂലമോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എവിടെയെങ്കിലും ഒരു തകർച്ചകളിലൊക്കെ ഉണ്ടായാലും പരിശുദ്ധ അമ്മ എന്നെ കൈവിട്ടിട്ടില്ല. എനിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു, ഉയരുന്നുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് മകൾ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മയുടെ ഒരു വലിയ സാക്ഷ്യമാണ്, മകൻ്റെ വിവാഹം നടക്കാതിരുന്നപ്പോൾ എല്ലാ ദിവസവും മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ കുടുംബത്തിലെ എൻ്റെ മകൻ്റെ വിവാഹ തടസ്സം മാറ്റിത്തരണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയായിരുന്നു. ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ചില പൊസിഷൻ ഉണ്ടായിരിക്കണം, ഡിസ്പൊസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും മുട്ടിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കുന്നത് ഇരുന്നുകൊണ്ടാണ്. അതുപോലെ പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു ഡിസ്പൊസിഷൻ ഉണ്ടാകണം. അമ്മ ആ പ്രാർത്ഥന വളരെ ഭംഗിയായി കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുട്ടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ത്യാഗത്തോടെ പ്രാർത്ഥിച്ച് വലിയ അനുഗ്രഹങ്ങളാണ് അവരുടെ കുടുംബത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ആദായത്തിൻ്റെ, അവരുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല ശതമാനം മറ്റുള്ളവരെ സഹായിക്കുവാനും അങ്ങനെ ഒരു സ്പിരിച്വൽ ആസ്തി, ഒരു സ്റ്റോറേജ് അവർക്ക് സ്വർഗത്തിൽ നേടിയെടുക്കുവാനും ഈ മക്കളെപ്പോഴും അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ സാധ്യതകളെയും അവർ ഈശോയുടെ നാമത്തിൽ ഉപയോഗിക്കുന്നു. എത്ര തന്നെ സാധ്യതകൾ ഇല്ലാതിരുന്നാലും നമ്മുടെ യോഗ്യതകളെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് കുഞ്ഞുണ്ടാകാനുള്ള യോഗ്യതയില്ല, എനിക്കൊരു ജോലി കിട്ടാനുള്ള യോഗ്യതയില്ല, അവിടെയെല്ലാം കൃപ നിറയുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിച്ചുകൊണ്ട് പടർന്നു പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്നേഹം കൈമാറുവാനും ദൈവസ്നേഹം അനുഭവിക്കുവാനും ഒരു ക്രിസ്തു കൈമാറ്റം നടത്തുവാനും നമുക്ക് സാധിക്കുന്നത്. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, നടന്ന് കൃപാസനത്തിലേക്ക് വരുന്നവർ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പറന്നു പോകുന്നതായി കാണാം. നമുക്ക് മറ്റുള്ള പ്രാർത്ഥനകളുടേതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ രീതിയല്ല, അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ പള്ളികളിലും നമ്മുടെ പള്ളികളോട് ചേർന്നുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്രിസ്തു കൈമാറ്റവും
ക്രിസ്തു ജീവിതവും ക്രിസ്തു രൂപീകരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. നമുക്ക് എപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. ചിലരെല്ലാം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പറയാറുണ്ട്, ഞങ്ങൾക്ക് വിദേശത്തായിരുന്നുകൊണ്ട് കുമ്പസാരിക്കാൻ സാധിക്കുന്നില്ല. ഏതൊരു വൈദികനും കുമ്പസാരം ഒരിക്കലും നിഷേധിക്കുകയില്ല. അവർക്ക് ഭാഷയുണ്ടാകും, അവിടെ ആ ഭാഷയിലാകുമ്പോൾ ആ ഭാഷ ബുദ്ധിമുട്ടായിരിക്കും. ഒരിക്കലും ഒരു പ്രീസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിലോ ആ ലോക്കൽ ലാംഗ്വേജിലോ നമുക്ക് കുമ്പസാരിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള എല്ലാ സഹായങ്ങളും അവർ ഉറപ്പായും ചെയ്തു തരും. അതിന് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ അനാസ്ഥ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മുടെയാണ് ഉത്തരവാദിത്വം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഉടമ്പടി ജീവിതം കാഴ്ചവെക്കുവാനായിട്ടുള്ള പരിശ്രമത്തിനായി നമുക്ക് പ്രോമിസ് ചെയ്തുകൊണ്ട് ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് ലഭിച്ച ജിസ്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.